എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12 ലോകം മുഴുവൻ നമ്മുടെ ആരോഗ്യ മേഖലയിലെ മാലാഖമാരെ ഓർക്കുന്ന ദിനം. ഇന്റർനാഷണൽ നഴ്സസ് ഡേ. മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ കൂടിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം കൂടിയാണിന്ന്. നിങ്ങളോടൊപ്പം റേഡിയോ കൊച്ചി 90 FM ഭാഗമായി കൂടെയുള്ളത് ഞാൻ ദേവിചന്ദ്രൻ SS. ഇങ്ങനൊരു പ്രത്യേക ദിനത്തിൽ നഴ്സിംഗ് എന്ന മഹത്തായ സേവനത്തിലൂടെ പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയവുമായി നമ്മോടൊപ്പം ചേരുന്നത് സിസ്റ്റർ VK മോണി. സ്നേഹത്തോടെ എല്ലാവരും മണിയമ്മ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 80 വയസ്സ് പിന്നിട്ടിരിക്കുന്ന മണിയമ്മയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നഴ്സിംഗ് മേഖലയിൽ തന്നെയായിരുന്നു. സോ ആ കാലഘട്ടത്തിലെ നഴ്സിംഗ് അനുഭവങ്ങളെയും ഓർമ്മകളെയും കുറിച്ച് നമുക്ക് മണിയമ്മയോട് തന്നെ ചോദിച്ചറിയാം. ഏറെ സന്തോഷത്തോടെ ഈ സ്പെഷ്യൽ ഡേയിൽ മണിയമ്മയെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് മണി VK എന്നാണ്. ഞാൻ നേഴ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഗവൺമെന്റിൽ 19 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഗൾഫിലെ സൗദി അറേബ്യ മിനിസ്ട്രിയിൽ 15 വർഷം ജോലി ചെയ്തു. അമൃത ഹോസ്പിറ്റലിൻ്റെ ഹെൽത്ത് സെന്ററിൽ ഞാൻ 13 വർഷം ജോലി ചെയ്തു. അത്രയും സർവീസ് എനിക്കുണ്ട്. ആദ്യം എനിക്ക് ജോലി കിട്ടിയത് നേഴ്സ് മിഡ് വൈഫായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഏറ്റവും കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഇളങ്കൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. അന്ന് എനിക്ക് 20 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 1966 സെപ്റ്റംബർ 14 ഞാൻ ആദ്യമായി ജോലിക്ക് ചേരുന്നത്. ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. കേരളത്തിൽ മാത്രമല്ല സൗദി അറേബ്യയിലൊക്കെ മണിയമ്മ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മണിയമ്മക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, മീൻസ് ജോലിന്റെ കാര്യത്തിൽ? കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ ഭാഷ പല സ്ഥലങ്ങളിലും ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും ഇവിടെ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ അറബി എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് കുറച്ച് അറബിയിൽ വേണം സംസാരിക്കാനായിട്ട്. അതെല്ലാം കുറച്ച് പഠിക്കേണ്ടി വന്നു. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാല് അവരുടെ കൾച്ചർ വേറെ, നമ്മുടെ കൾച്ചർ വേറെ. പിന്നെ പൊതുവെ അവിടെ കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു. നമ്മളെ അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാലിക്കണമായിരുന്നു. വെളിയിലേക്കൊക്കെ പോകണമെങ്കിൽ ബുർഖ ധരിക്കണമായിരുന്നു. കണ്ണ് മാത്രം പുറമെ കാണിച്ചാണ് ഞങ്ങള് നടന്നിരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിലെല്ലാം പാൻസും ഷർട്ടും തലയും മറക്കണമായിരുന്നു. അവിടുത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു മണിക്ക് മൊത്തത്തില്? അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ ഹോസ്പിറ്റലായിരുന്നു. സൂപ്പർവൈസറായിട്ടാണ് അവിടെ ജോലി കിട്ടിയത്. അത് 2 വർഷം അങ്ങനെ ജോലി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ എന്നോട് വലിയൊരു ഹോസ്റ്റലിലെ മെയ്റ്ററിനായിട്ട് ആണ് ഞാൻ ജോലി ചെയ്തത്. ജോലിയും പൊസിഷനും ഒക്കെ എനിക്ക് നല്ലതായിരുന്നു അവിടെ. പക്ഷെ ഇന്റർനാഷണൽ ആളുകളുമായിട്ടായിരുന്നു മിംഗ്ലിംഗ്. അതില് നമ്മള് ഇപ്പൊ ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ പല നേച്ചറിലുള്ള ആളുകളാണ് ഉള്ളത്. പിന്നെ അതിൽ ഈജിപ്ഷ്യൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പീനസ് ഉണ്ട്, സുഡാനികളുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ 13 വർഷം ഞാൻ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തു. വളരെ സന്തോഷമായിരുന്നു. നല്ല ജോലിയായിരുന്നു. വീട്ടുകാർ അടുത്തില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊഴിച്ച് ജോലിയിൽ നല്ല സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. അവിടെ സൗദിയിൽ ജോലി ചെയ്തിരുന്നപ്പോ ആ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാല് അവിടെ ഒരു 5 നില ബിൽഡിംഗ് ആയിരുന്നു. അവിടുത്തെ ഹൗസ് മദർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോ എല്ലാവർക്കും ഞാൻ അവരുടെ ഒരു അമ്മയായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിശേഷങ്ങളും എന്ത് കാര്യങ്ങളും നമ്മൾ അറിയുമായിരുന്നു. അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും എന്നോട് ഇഷ്ടമായിരുന്നു. അവിടെ ഹൗസ് മദർ എന്ന് പറഞ്ഞ ആ ജോലി അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല. 24 hours ഡ്യൂട്ടി ആയിരുന്നു. ഏത് സമയത്തും ചിലപ്പോ നമുക്ക് എയർപോർട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് പറയാ 12 മണിക്കായിരിക്കും ചിലപ്പോ എയർപോർട്ടിൽ നിന്ന് ഒരു കോള് വരണേ, അവിടെ ഒരു ലേഡി ഡോക്ടർ വന്നിട്ടുണ്ട് കൊണ്ടുപോകണമെന്ന്. അപ്പൊ വിളിക്കുമ്പോ എന്നെയാണ് വിളിച്ച് പറയുന്നത്. അപ്പൊ ഡ്രൈവറെ കൂട്ടി നമ്മള് രാത്രിയൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഓരോ റൂമിലും ഓരോ ഫ്ലാറ്റിലും 6 പേര് വെച്ചൊക്കെ ആയിരുന്നു. അപ്പൊ അവര് തമ്മിൽ തല്ലുപിടിക്കാതെയും വഴക്കിടാതെയും എല്ലാ കാര്യങ്ങൾക്കും നോക്കണമായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവരും എഴുതി വെക്കണം, എല്ലാം കറക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ മോറൽ സൈഡും എല്ലാവരോടും നന്നായിട്ട് പെരുമാറണ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വം നോക്കി അവർ അന്ന് തന്നെ എടുത്തതാണ്. ഞാൻ 5 വർഷമായപ്പോൾ എനിക്ക് തിരിച്ചു പോകാനെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞതാ. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ട്. പക്ഷെ അവിടുത്തെ ഓഫീസർമാരൊക്കെ പറഞ്ഞ് എന്തുണ്ടെങ്കിലും ചികിത്സിക്കാൻ പോകരുതെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ എനിക്ക് ഇന്റർനാഷണലി ഒത്തിരി സ്ഥലത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഫിലിപ്പീനോസ് തന്നെ ഇപ്പോഴും എന്നെ ഫോണിലൊക്കെ FB-ലൊക്കെ ഉണ്ട്.
1966 എന്നൊക്കെ പറയുന്നത് കുറേ പിന്നിലോട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എന്താണ് മണിയമ്മേനെ ഒരു നേഴ്സ് ആവണം എന്നുള്ള രീതിയിൽ ഇൻസ്പയർ ചെയ്തത്? സത്യം പറഞ്ഞാൽ നേഴ്സ് ആകണം എന്നുള്ള രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടല്ല ഞാൻ നേഴ്സ് ആയത്. ആദ്യം എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാലിലൊരു മുറിവുണ്ടായി. ആശുപത്രി പോയപ്പോ അവിടെ ഉടുപ്പും, അന്ന് മുട്ട് വരെ ഇറക്കമുള്ള ഉടുപ്പായിരുന്നു, ഉടുപ്പും തൊപ്പിയൊക്കെ വെച്ചുള്ള നേഴ്സുമാരെ കണ്ടപ്പോ വലിയൊരു ഇഷ്ടം തോന്നി. അന്നേരം ഞാൻ അധികം, എനിക്ക് ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ അതിനോടൊരിഷ്ടം എനിക്ക് അന്നേരം തോന്നിയായിരുന്നു. നേഴ്സായാലും നല്ലതാണല്ലേ, ഇവരൊക്കെ എന്ത് നല്ല ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ അന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ ജോലിക്ക് ചേരാന്ന് പറഞ്ഞാല് എനിക്ക് അത്ര വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചതൊക്കെ. അപ്പൊ എന്റെ അമ്മാവനാണ് എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ അപേക്ഷിച്ച് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് ചെന്നപ്പോഴേക്കും ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്ക് ഒരു അർബുദം എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് വളരെ പൊക്കം കുറവായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, പൊക്കം ഇല്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊക്കമൊക്കെ വെച്ചോളൂ സാറേ, എനിക്ക് എന്നാലും ഇത് ഇഷ്ടമാണ് ഈ ജോലി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അന്ന് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഒരു സമയമായിരുന്നു, യുദ്ധം വരും എന്നുള്ള. അപ്പൊ എന്നോട് ചോദിച്ചു, യുദ്ധമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ എമർജൻസി നഴ്സിംഗ് എയ്ഡ്സ് എന്നും പറഞ്ഞു ഒരു 3 മാസത്തെ ട്രെയിനിങ്ങിനാണ് ആദ്യം എടുത്തത്. അതിന് പൊക്കമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 മാസത്തെ ട്രെയിനിങ്ങിനാണ് ഞാൻ ആദ്യം പോയത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് തന്നെ പിന്നെ TB മുളങ്ങുന്നത് സാനിറ്റോറിയത്തില് ഒരു നഴ്സിന് 2 ENA എന്നുള്ള വിചാരിച്ച് ഞങ്ങളെ പോസ്റ്റ് ചെയ്തു. അവിടെ 4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്നും പറഞ്ഞ അതിലേക്ക് എടുത്തത്. അങ്ങനെയാണ് ഞാൻ ANM ആയി. അത് 1964 തൊട്ട് 66 വരെ ആയിരുന്നു. അങ്ങനെ 66-ല് ANM ആയിട്ടാണ് ആദ്യം ജോലി ചെയ്യുന്നത്. അതും ഫസ്റ്റ് ജോലി കിട്ടുന്നത് കോഴിക്കോട് എടവണ്ണ PSയുടെ കീഴില് എളങ്കൂർ എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ അന്ന് പോയ കാര്യം ബഹരസമാണ്. കാരക്കുമ്പോട്ട് നടന്ന് ഒരു പയ്യനെ വിളിച്ച് തലയില് ഭാരവും ചുമന്ന് ആ ചെറുക്കനെന്റെ ബോക്സും ചുമന്ന് ഞാനും അമ്മാവനും കൂടി നടന്നാണ് പോയത്. ദാഹിച്ചിട്ടപ്പോ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഇന്നത്തെ അത്ര അന്ന് വിവരമില്ലെന്ന് വെച്ചോ. അപ്പോഴേക്കും താഴെ കൂടി എന്തോ സാധനം ഉരുളന്ന് ചവിട്ടി നോക്കിയപ്പോ നെല്ലിക്ക എന്നാ ഇത് തിന്നാന്നും പറഞ്ഞിട്ടുണ്ട്. നെല്ലിക്ക എന്ന് അങ്ങനെ തിന്നാണ് ഞങ്ങൾ അവിടെ ചെന്ന് ഒരു വീട്ടിൽ കയറി ഇരുന്ന് അവരോട് സംസാരിച്ച്. അപ്പൊ താമസിക്കാൻ സെന്റർ ഉണ്ടായില്ല. അപ്പൊ ആ വീട്ടിലാണ് ഞാൻ 1.5 വർഷം താമസിച്ചത്. അന്ന് ഞാൻ പിന്നെ 1.5 വർഷം അവിടെ ജോലി ചെയ്ത് ആ വീട്ടിൽ താമസിച്ച് 1.5 വർഷം ജോലി ചെയ്ത് ഞാൻ പോന്നു കഴിഞ്ഞ് എനിക്ക് അവര് തന്ന സ്നേഹവും അവിടുത്തെ അമ്മയുടെ സ്നേഹവും അവിടുത്തെ ഏട്ടന്റെ ഒക്കെ എല്ലാവരുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലായിരുന്നു. അവിടുത്തെ ആ ഏട്ടന്റെ ഭാര്യയുടെ പ്രസവമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇപ്പോഴോ ഒരു തോന്നലായിരുന്നു, അവരെല്ലാരും ജീവിച്ചിരിപ്പുണ്ടോ, ആ ഏട്ടനൊക്കെ എനിക്കൊന്ന് കാണണം എന്നുള്ള ഒരു തോന്നലായിരുന്നു. അത് ഒരു 4 വർഷം മുമ്പ് എന്റെ പേരക്കുട്ടി ഫുട്ബോളിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് പോയപ്പോ ഞാനും എന്റെ മോന്റെ ഭാര്യയും കൂടി അവിടെ ഞങ്ങൾ അന്വേഷിച്ചു പോയി. അവരെ കണ്ടു, സന്തോഷമായി. ഇപ്പൊ അവരെല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇന്നും വളരെ സ്നേഹത്തിലാണ്. മണിയമ്മയ്ക്ക് നേഴ്സ് എന്ന നിലയില് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അപ്പൊ കുറെ നല്ല മെമ്മറീസ് അല്ലെങ്കിൽ അഭിമാനം തോന്നിയ കുറെ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാമോ? ഞാൻ ANM ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ കൊച്ചുമോളുമായിട്ട് ഒരു ടാക്സിയിൽ പോകുമായിരുന്നു. പെട്ടെന്നുണ്ട് കാറിന്റെ ഇങ്ങനെ എതിരായിട്ട് വെള്ളത്തിൽ വീണ ഒരു കൊച്ചുമായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ കാറ് നിർത്തി വേഗം തന്നെ കൊച്ചിനെ കയറ്റെന്നും പറഞ്ഞ് അവരെയും കയറ്റി. കൊച്ചിന് ബോധം ഉണ്ടായിരുന്നില്ല, വെള്ളം കുടിച്ചിട്ട്. ഞാൻ കാറിന്റെ പിൻസീറ്റിലിരുന്ന് കൊച്ചിന് ഞാൻ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത്, നാക്കെല്ലാം പുറത്തൊക്കെ ഇട്ട് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് കൊച്ചിന് ഒരുവിധം ശ്വാസം വന്നു എന്നുള്ള ഇത് വന്നപ്പോഴേക്കും അടുത്ത ഞാറക്കൽ ഹോസ്പിറ്റലിൽ വേഗം അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എന്റെ അച്ഛന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എഫ്കോറിൽ അത് വേഗം തന്നെ കൊടുത്തു. കൊച്ച് രക്ഷപ്പെട്ടു. ആ കൊച്ച് വലുതായി കഴിഞ്ഞു അവന് എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു.
അവരുടെ അമ്മയും എപ്പോഴും അവരുടെ അമ്മയ്ക്ക് മേരി എന്നാണ് അമ്മയുടെ പേര്. അവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല ഒരു അനുഭവമാണ് എനിക്ക്. അങ്ങനെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു ജോലി എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു അഭിമാനം എനിക്ക് തോന്നാറുണ്ട്. ആദ്യം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഇളങ്കൂർ ജോലി ചെയ്യുമ്പോ നല്ല എന്താ പറയേണ്ടത് 20 വയസ്സ് പ്രായം അന്ന് എനിക്കുള്ളു. അപ്പൊ ആ 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അന്ന് ഒരു നേഴ്സായിട്ട് ഒരു ജോലിക്ക് പോണെന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി പ്രസവം എടുക്കണമായിരുന്നു. പക്ഷെ അന്ന് മനസ്സിനകത്ത് പേടിയുണ്ടെങ്കിലും പുറമെ ധൈര്യത്തിൽ തന്നെ നമ്മൾ നിന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി അവിടങ്ങളിലെന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കണത് പേറ്റിച്ചുകളെന്നും പറഞ്ഞിട്ട് നാട്ടുവയറ്റാട്ടികളാണ് പ്രസവം എടുക്കണം. അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെ നമ്മളെ വിളിക്കുള്ളൂ. അങ്ങനെ വിളിക്കുമ്പോ ഒരു പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോ പ്രസവിക്കാറായിരിക്കാണ് പെണ്ണ്, പക്ഷെ കൊച്ചിന് ജീവനില്ല. അത് എനിക്ക് മനസ്സിലായി. അത്രയും തല പുറത്തേക്ക് വന്നിങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. ഒരു കണക്കിന് പ്രസവിച്ചു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു കൊച്ചി മരിച്ചിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് കൊച്ചിന് ജീവനില്ല. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര പെരിണിയൽ ടയർ ഉണ്ടായി. പ്രസവിക്കുന്ന ആ സ്ഥലത്ത് യോനി ഭാഗത്ത് മുറിവുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ സ്റ്റിച്ച് ഇടാനോ ഡോക്ടറെ വിളിക്കാനോ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നും ഉള്ള ഒരു സൗകര്യമല്ല. അവരോടൊന്നും പറഞ്ഞാൽ അവരോട് മനസ്സിലാക്കേയില്ല. പക്ഷെ എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നി. ഇങ്ങനെ ഒരു ചെറുപ്പം പെണ്ണ് പ്രസവിച്ചിട്ട് ഇത്രയും ടയറുമായിട്ട് ഇങ്ങനെ ഭാവിയിൽ അത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് അവരോടൊരു പുതിയ സൂചി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ടൊരു നൂലും പുതിയത് വാങ്ങിപ്പിച്ച് അതെല്ലാം തിളപ്പിച്ചു. ഞാൻ തന്നെ ഫോഴ്സസ് എടുത്ത് ആ സൂചി കൊണ്ട് സ്റ്റിച്ചിട്ടു. 8 സ്റ്റിച്ച് ഞാൻ നല്ല ഭംഗിയായിട്ട് ഇട്ടു. അതിനിടയ്ക്ക് വന്ന് വേണ്ട അഡ്വൈസ് ഒക്കെ കൊടുക്കുമായിരുന്നു. 8 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് ആ സ്റ്റിച്ച് എടുത്തപ്പോ നല്ല ഭംഗിയായിട്ട് അത് പിടിച്ചു. ഇന്ന് ഞാൻ അത് ആലോചിക്കും, എനിക്ക് അത് ചെയ്യാൻ പറ്റിയുണ്ട്. ആ പെണ്ണിന്റെ ജീവിതം അല്ലെങ്കിൽ അത്രയും ടയറുമായിട്ടൊക്കെ ഇട്ടെന്നാൽ അത് ഇന്ന് ഞാൻ എപ്പോഴും ഞാൻ അത് ഓർക്കും. എനിക്കതൊരു അഭിമാനമുള്ള കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഓരോരുത്തർ പ്രസവത്തിന് വിളിച്ചപ്പോഴേക്കും അവിടെ ചെല്ലും പേടിച്ചാണ് ഈ പോകുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴൊക്കെ ഉണ്ട്, പരിശോധിച്ച് നോക്കിയപ്പോ കൊച്ചിന്റെ തലയല്ല വരുന്ന, കാല്. അന്നേരം ഭയമൊന്നും പുറമേ കാണിച്ചില്ല, എന്നാലും മനസ്സിൽ പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ 2 ബെഞ്ചെല്ലാം കൂട്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് രണ്ടും കൂടി കൂട്ടിക്കെട്ടി കട്ടില് പോലെ ആക്കി അതിനെ കയറ്റി കിടത്തി പ്രസവിച്ച് നല്ലൊരു ആങ്കൊച്ചി. അതൊക്കെ ഞാൻ എടുത്തു, ഒരു ആങ്കൊച്ചി. അത് കഴിഞ്ഞപ്പോഴേക്കും ആ നാട്ടിലേതായാലും ഇപ്പോഴത്തെ പേറ്റിച്ചി അങ്ങനെയാണ് അവര് പറയുന്നത്. അവർക്ക് അവിടുത്തെ ഭാഷ അതാണ്. സർക്കാരിലെ പേറ്റിച്ചി നല്ലതാണെന്ന് പറഞ്ഞ അങ്ങനെ ഒരു പേരൊക്കെ കിട്ടി. അങ്ങനെ അവിടെ നല്ല സന്തോഷമായിരുന്നു. ഇങ്ങനെ 1.5 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നേഴ്സ് മിഡ്വൈഫായിട്ട് ഏനമായിട്ട് ജോലി ചെയ്തിരിക്കുമ്പോ പെട്ടെന്ന് സെന്ററിന്റെ അടുത്ത് വീട്ടിലെ ഓമനയെന്ന് പറയണ ഒരു പെങ്കൊച്ചി, അതിന് പരിശോധിച്ച് നോക്കുമ്പോഴേ അതിന് ട്വിൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. 2 കുട്ടികളാണെന്നുള്ളത് അറിയായിരുന്നു. പ്രസവ സമയത്ത് ആശുപത്രി പോകണമെന്നും പറഞ്ഞിരുന്നു. അവര് പോയില്ല. എന്നിട്ട് പ്രസവിച്ചു വന്നപ്പോഴും പെട്ടെന്ന് വന്ന് ഓമനയ്ക്ക് വേദന തുടങ്ങി ഒന്നും പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് ഒരു കൊച്ചിനെ പ്രസവിച്ചു, അതിനെ പൊതിഞ്ഞെടുത്ത് 2ാമത്തെ കൊച്ചിനും പ്രസവിച്ചു. അപ്പോഴാണ് നോക്കുമ്പോ 3ാമതൊരു കൊച്ചുകൂടി, 3 പിള്ളേരെ അങ്ങനെ 3 ആൺകുട്ടികൾ അങ്ങനെ പ്രസവിച്ച്. ചെറിയ കുട്ടികളായിരുന്നു. എന്നാലും അന്നേരം തന്നെ ഞാൻ അടുത്തുള്ള ഡോക്ടറെ കൂടി വീട്ടിലേക്ക് വിളിച്ചു കാണിച്ചു. പിള്ളേർക്ക് വേണ്ട ഇതൊക്കെ കൊടുത്തു. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്കും മണിയമ്മ നേഴ്സ് എന്നുള്ളൊരു പോസ്റ്റില് എത്തിയത് എപ്പോഴായിരുന്നു? 1973 മിഡ്വൈഫറി എന്നുള്ള സ്റ്റാഫിനെ തന്നെ 6 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള സ്റ്റാഫ് നഴ്സിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നേഴ്സാകണം എന്നുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഞാൻ ഗവൺമെന്റിൽ നിന്ന് തന്നെ ഇൻ സർവീസ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തു. 1973 തൊട്ട് 75 വരെ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രത്താണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ നേഴ്സായത്. അതിനുശേഷം പിന്നെ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. അത് നേഴ്സായതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഗൾഫിലൊക്കെ പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാണെങ്കിലും ഗവൺമെന്റിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമൃതയില് 13 വർഷം കമ്മ്യൂണിറ്റി മെഡിസിന്റെ യൂണിറ്റിൽ ഞാൻ വർക്ക് ചെയ്ത് അതിലവിടെ ഹെൽത്ത് സെന്ററിൽ അവിടുത്തെ ചാർജ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ശരിക്കും എനിക്ക് എന്താ ഒത്തിരി മുറിവ്
മുറിവുകളായിട്ടൊക്കെ വരുന്നവരൊക്കെ വൂണ്ട് ഡ്രസ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരത് ആ മുറിവൊക്കെ ഉണങ്ങി വരുമ്പോ എനിക്ക് മനസ്സിലൊരു സന്തോഷമാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റിയല്ലോ. സത്യം പറഞ്ഞാൽ അന്നേരം ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോ ഊണ്ടിന്റെ അകത്തുള്ള ചില പുഴുക്കൾ വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുവരെ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അതിനകത്തിരുന്നൊരിക്കണം അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി ഡ്രസ് ചെയ്ത് ഇത്രയും പേരെ മുറിവ് ഉണക്കി, അതുപോലെ ചെറിയ ചെറിയ കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കീറി എല്ലാം എടുക്കുവാൻ അതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ അതൊരു ശരിക്കും ഞാൻ അതൊക്കെ നല്ല മനസ്സിൽ സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി ചെയ്തത്. എനിക്ക് എല്ലാം ചെയ്ത് അവരുടെ ആ മുറിവ് ഉണങ്ങി അവർ വരുമ്പോ നമുക്കുള്ള ഒരു സന്തോഷം, അതാണ് എന്റെ സംതൃപ്തി. ഒരു നേഴ്സ് എന്ന നിലയിൽ ലൈഫിൽ തന്നെ കുറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നേരിട്ടിട്ടുണ്ടോ? അതിനെങ്ങനെയാണ് തരണം ചെയ്തത് അതൊന്ന് പറയാവോ? ഞാറക്കൽ ഹോസ്പിറ്റലിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് എന്റെ തൊട്ട് അയലോക്കത്തെ സുലഭ പ്രസവത്തിനായിട്ട് വന്നു. അപ്പൊ ട്വിൻസ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ട്വിൻസ് ആണെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ലീക്കിംഗ് ആയിട്ട് വന്നപ്പോ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രസവത്തിന്റെ സമയമായി. പക്ഷെ കൊച്ചുങ്ങൾ 7 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇന്നത്തെ അത്ര സൗകര്യങ്ങളൊന്നും അന്നില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം മോളെയാണ് പ്രസവിച്ചത്. കഷ്ടി 1 കിലോ പോലും ഉണ്ടാവുള്ളൂ ആ കൊച്ചന്നേരം. എന്നാലും ജീവനുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, എന്തായാലും കൊച്ചിനെ കുറച്ചു നേരത്തൊക്കെ കൊച്ചി ഇരിക്കട്ടെ, കൊച്ചിന്റെ അച്ഛൻ വന്ന് കാണട്ടെ, അതുവരെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഒരു റോൾ കോട്ടൺ എടുത്ത് ഗോസൊക്കെ കവർ ചെയ്ത് കൊച്ചിനെ പൊതിഞ്ഞെടുത്തി ഓക്സിജനും കൊടുത്ത് കിടത്തി. അതുപോലെ അതിനുശേഷം ഒരു ആങ്കൊച്ചും പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് ആങ്കൊച്ചിനെ പ്രസവിച്ചത്. അത് കഴിഞ്ഞ് അതിനെ പൊതിഞ്ഞെടുത്തി. ഭാഗ്യത്തിന് കൊച്ചിനൊന്നും പറ്റിയില്ല. നിങ്ങൾ ഇങ്ങനെ ജീവനുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഏതായാലും സിസ്റ്ററിന്റെ അയൽവക്കോ അല്ലെ ഇവിടെ കിടത്തിയെന്നാലും വാടി എന്നുള്ള ഇൻഫെക്ഷൻ കിട്ടും, അതുകൊണ്ട് സിസ്റ്റർ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ധൈര്യത്തിന് വീട്ടിൽ കൊണ്ടുപോയി. എന്റെ വീടും അവരുടെ വീടും തൊട്ടടുത്തടുത്താണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൊച്ചിന്റെ അച്ഛനൊക്കെ ചെയ്യുമായിരുന്നു. എത്ര നാള് പ്രസവിച്ച് എന്നൊത്ത ദിവസമാണ് പ്രസവിക്കണം, അത്രയും ദിവസം ചൂടുള്ള വെള്ളമൊക്കെ കുപ്പിയിൽ വെച്ച് സൈഡിൽ വെച്ച് കൊടുത്ത് ഇത്രയും ദിവസം കഴിഞ്ഞാൽ കൊച്ചിനെ കുളിപ്പിച്ചത്. അതിലൊരു കൊച്ച് 12 വയസ്സായപ്പോ അവന് സെറിബ്രൽ പാൾസി ആയിരുന്നു. അവൻ മരിച്ചുപോയി. പക്ഷെ മോളിന്നും ജീവിച്ചിരിക്കാൻ അവരുടെ പിള്ളേരും നല്ല വലുതായി. അതൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു 7 മാസം കഴിഞ്ഞുള്ള ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അതിനെ കിട്ടാൻ വേണ്ടി ആശുപത്രിയിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ നോക്കി പറഞ്ഞും ചെയ്തും എന്തോ അതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ എനിക്ക് എന്റെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എന്റെ പേഴ്സണൽ ലൈഫിലും എന്റെ പേരക്കുട്ടീനെ ഞാൻ രക്ഷിച്ചത് ഇതേപോലെ ഒരു സന്ദർഭം ഉണ്ടായത് എപ്പോഴാണ്. അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവൾക്ക് കൊടറ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് നമുക്ക് ഗർഭിണിയായിരിക്കുമ്പോ കൊച്ചു വയറ്റിൽ എങ്ങനെ കിടക്കണെന്നുള്ളത് അറിയില്ല. പക്ഷെ എന്റെ മോൾക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞാനപ്പോ ഡോക്ടറോട് പറഞ്ഞു, എന്തോ എന്റെ മോൾക്ക് എന്തോ വിഷമമുണ്ട്, പ്രസവം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത്രയും കാര്യാക്കിയില്ല. പക്ഷെ വൈകുന്നേരം അവൾക്ക് കൂടിയപ്പോഴേക്കും എന്റെ ഫ്രണ്ടും ചെന്ന് പറഞ്ഞ അവൾക്ക് വേദന കൂടുതലുണ്ട് നോക്കിയപ്പോ ഞാൻ ഇപ്പൊ പ്രസവിക്കുമെന്നും പറഞ്ഞപ്പോ ഞാൻ തുണി എടുത്തോണ്ട് ചെന്നപ്പോ എന്റെ മോളുടെ വയറ് ഷേവ് ചെയ്യണ്, ഓക്സിജൻ കൊടുക്കണ്, ഇത്രയൊക്കെ ഉണ്ടായത്. എന്തിനെന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഫീറ്റൽ ഡിസ്ട്രസ് ആണെന്ന്. എനിക്കത് ആദ്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് എന്നെ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്യാൻ പോയപ്പോ ഞാൻ അതിന്റെ വാതിക്ക തിയേറ്ററിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. പെട്ടെന്ന് എന്റെ കന്യാശ്രീ അമ്മ കൊച്ചിനെ ഒരു ട്രേയിലിട്ട് കൊണ്ടുവന്നു. കൊച്ചു കരയണമൊന്നുമില്ല. ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ട്രേ ഇങ്ങോട്ട് മേടിച്ചു വെച്ച് കൊച്ചിനെ സക്ക് ചെയ്ത് കൊച്ചിന്റെ വായിലും മൂക്കിലും ഒക്കെ ഉള്ള ഫ്ലൂയിഡൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ മൗത്ത് കൊടുത്ത് കൊച്ചിന് ശ്വാസം കൊടുത്ത് കമത്തിപ്പിടിച്ച് ഞാൻ കൊച്ചിനെ കരയിപ്പിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പ്രസവിച്ചു കഴിഞ്ഞ ഒരു കൊച്ചി നന്നായിട്ട് കരയുമ്പോഴാണ് ആ കൊച്ചിന്റെ സർക്കുലേഷൻ തന്നെ, അതിന്റെ ഹാർട്ടിന്റെ തന്നെ സർക്കുലേഷൻ എല്ലാം ശരിയാകണത്. അപ്പൊ ശരിക്കും ഒരു കൊച്ച് ഡെലിവറി കഴിഞ്ഞ് നന്നായിട്ട് കരഞ്ഞാലേ അതിന്റെ ആരോഗ്യം എല്ലാം ശരിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്റെ പേരക്കുട്ടി നിന്ന് കാണുമ്പോ ഞാൻ ഓർക്കും, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അതങ്ങനെ രക്ഷപ്പെട്ടത് എന്ന്. അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞ നേഴ്സ് എന്ന നിലയിൽ ഇപ്പോ പേഴ്സണൽ ലൈഫിൽ വലിയൊരു
മാറ്റങ്ങൾ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ സാധാരണക്കാരെക്കാട്ടും. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ കുറച്ച് അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോടും സംസാരിക്കാനും പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 1966 മുതൽ ഇപ്പൊ 2025 നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വലിയൊരു ടൈം ഫ്രെയിമില് മണിയമ്മയ്ക്ക് നോക്കി കാണുമ്പോൾ നഴ്സിംഗ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഓഫ്കോഴ്സ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് മണിയമ്മ ശ്രദ്ധിച്ചിട്ടുള്ള ആ മാറ്റങ്ങള്? അതിന്റെ നല്ല വശവും ശീതവശവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നേഴ്സസ് എത്ര സിൻസിയർ ആയിട്ട് ചെയ്താലും അവിടെ ഒരു യൂണിറ്റി കുറവാണ് ഇന്ന്. ഡോക്ടർ, നേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് തമ്മിലുള്ള യൂണിറ്റികൾ വളരെ കുറവാണ്. അന്നൊന്നും ഒരു യൂണിയനൊന്നും കാര്യമായിട്ട് അങ്ങനെയല്ല. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ്. ഒരു പേഷ്യന്റ് വന്നാല് അതിനെ രക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, സ്റ്റാൻഡിങ് റൂൾസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതുമല്ല അവർ നേഴ്സസിനോടും ഡോക്ടേഴ്സിനോടും അന്നുള്ള ആളുകളുടെ സമീപനം, അവർ ആ ജീവൻ രക്ഷിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു എന്നുള്ള ആ ഒരു നന്ദിയും ഒരു സ്നേഹവും അങ്ങനെ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും തോന്നണില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾക്കും അങ്ങനെയുള്ള ഒരു തോന്നലില്ല. പിന്നെ ഒരു പ്രൊഫഷനായിട്ടാണ് ഇപ്പൊ തോന്നണത്. എന്താന്ന് പറഞ്ഞാൽ അത് കാലത്തിൻ്റെതായിരിക്കാം. നേഴ്സസ് എന്ന് പറഞ്ഞാല് അതും ആ പ്രൊഫഷനോട് നമുക്കൊരു സിൻസിയറിറ്റി വേണം. എല്ലാവർക്കും ഇല്ലാന്ന് ഞാൻ പറയില്ല, മിക്കവാറും പേർക്കും അതിനോടൊരു സിൻസിയറിറ്റി ഉണ്ട്. പക്ഷെ ജനങ്ങളത് നേഴ്സസ് എന്താണ് ചെയ്യണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പിന്നെ നേഴ്സസിന് അവരുടേതായ മാനസികമായ ബുദ്ധിമുട്ടുകളും അവരുടേതായ പ്രശ്നങ്ങളും അതൊന്നും ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ നേഴ്സസിന് അവർക്കും ഒരു കുടുംബമുണ്ട്. അവരും അവരുടെ കുടുംബത്തിലെ ബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം ഇട്ടിട്ടാണ് ഈ നേഴ്സിംഗ് ജോലിക്ക് വരുന്നത്. എന്നാലും ഒരു ഡോക്ടറാണെങ്കിലും രോഗിയുടെ ബന്ധുക്കളാണെങ്കിലും എല്ലാവരും രോഗിയുടെ കാര്യമെല്ലാം പറഞ്ഞേൽപ്പിക്കുന്നത് നേഴ്സിനാണ്. നേഴ്സാണ് ശരിക്ക് രോഗിയുടെ എല്ലാ വിവരങ്ങളും അറിയണത്. സത്യം പറഞ്ഞാല് ഡോക്ടേഴ്സ് എല്ലാം ഓർഡർ എല്ലാം പറഞ്ഞിട്ട് പോകുള്ളൂ. നേഴ്സാണ് കൂടുതലും രോഗിയായിട്ട് കൂടുതൽ നിന്ന് അവരുടെ ആ സ്പന്ദനം ശരിക്കും മനസ്സിലാക്കുന്നത് നേഴ്സാണ്. അത് ജനങ്ങളും മനസ്സിലാക്കൂല, ആളുകളും മനസ്സിലാക്കൂല. പക്ഷെ നേഴ്സസിന് സ്വന്തമായിട്ടും മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും അവര് ആ രോഗം മാറി പോകുമ്പോ. അപ്പൊ അതുകൊണ്ട് നേഴ്സിന്റെ ജോലിനോട് ഞാൻ എപ്പോഴും അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റിയാലും കുട്ടികൾ ആ ജോലി സെലക്ട് ചെയ്തെന്നാലും എനിക്ക് അതിനോട് സന്തോഷമുള്ളൂ. പ്രൊഫഷണലി ഒരു നേഴ്സായിരിക്കും, പക്ഷെ മണിയമ്മയ്ക്ക് വേറെ കുറെ കഴിവുകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ അതൊക്കെ എങ്ങനെയാണ് കൂടെ കൊണ്ടുപോയത്? മാത്രല്ല അത് എത്രത്തോളം മണിയമ്മന്റെ ഈ പ്രൊഫഷനിലും ലൈഫിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാവോ? പൊതുവെ എനിക്ക് വായന ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് വായിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഇങ്ങനെ ടൂറിനൊന്നും ഞാൻ പോയില്ലായിരുന്നു. അന്നൊന്നും ഇപ്പൊ ടൂറിന് പോകാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും എല്ലാവരും ടൂറിന് പോയതിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണം, കവിത എഴുതുകയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇങ്ങനെ എസ്സേ എഴുതണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എസ്സേ എഴുതാൻ പൊതുവെ താല്പര്യമില്ല. എന്താന്ന് പറഞ്ഞാൽ എസ്സേ എഴുതണമെങ്കിൽ ഒരു 10 പേജ് എഴുതണം. അതേസമയത്ത് ഒരു കവിതയാണെങ്കിൽ ഒരു പേജ് കൊണ്ട് അതിലെല്ലാം ഉൾക്കൊള്ളിക്കാം. അപ്പൊ അങ്ങനെ അന്ന് ഞാനിങ്ങനെ കവിതയായിട്ടാണ് അന്ന് എഴുതിയത്. അതുപോലെ തന്നെ എനിക്ക് കവിതയ്ക്കും ഒക്കെ എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് ലെവലിൽ എനിക്ക് പ്രസംഗത്തിന്, ഹിന്ദി പ്രസംഗത്തിനൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇത്തിരി ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗൾഫിലായിരിക്കുമ്പോഴും അവിടെയും ശരിക്കും പറഞ്ഞാല് അവിടെ ഞങ്ങള് പാട്ടൊക്കെ എഴുതലും അവിടെ ഫംഗ്ഷനൊക്കെ അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അമൃതയില് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ എന്റെ HOD അശ്വതി മാഡമാണ് എന്നെ കൊണ്ട് പിന്നെ കൂടുതൽ എന്റെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കവിതയും അങ്ങനെ പല കവിതകളും എഴുതുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ തോന്നുമ്പോ എഴുതും. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. അപ്പോ മണിയമ്മയ്ക്ക് ഒരു നഴ്സ് എന്ന നിലയില്, നഴ്സായിട്ട് ഇത്രയും കാലത്ത് സർവീസ് ഉണ്ടായിരുന്ന നഴ്സ് എന്ന നിലയിൽ എന്ത് സന്ദേശമാണ് നമ്മുടെ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ ലിസണേഴ്സിന് കൊടുക്കാനുള്ളത്? എല്ലാം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു നേഴ്സ് എന്ന് പറയണത് ആ ജോലി വളരെ പരിപാവനമായ ഒരു ജോലിയാണ്.
അത് ഒത്തിരി ഞാൻ പറയുമ്പോ ഓരോ വീട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ നേഴ്സ് വേണം എന്നുള്ളതാണ്. എന്താന്ന് പറഞ്ഞാല് നമുക്ക് പല ഫസ്റ്റ് എയ്ഡ് ആയിട്ടും എന്ത് കാര്യങ്ങൾക്കും അത്രയും ഒരു അറിവുള്ള ഒരു നേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പൊ ഡോക്ടർ അടുത്തില്ലേലും നമുക്ക് ലൈഫ് സേവിങ്ങിനും എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നേഴ്സസ് അവരുടെ ആ ഒരു പ്രവൃത്തികളും അവർ ചെയ്യുന്നതും എല്ലാം എല്ലാവരും മനസ്സിലാക്കണം. അവരും മനുഷ്യരാണ്, അവർക്കും പല പല കാര്യങ്ങളുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. അവരെ വെറുതെ നേഴ്സെന്നും പറഞ്ഞുകൊണ്ട് വിചാരിച്ചപ്പല്ല, അവരാണ് കൂടുതൽ രോഗികളും ആയിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യുന്നത്. ആ രോഗികളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നേഴ്സസ് ആണ്. അതുകൊണ്ട് അവരോട് എന്നും എനിക്ക് ബഹുമാനമുള്ളൂ. ഞാനൊരു നേഴ്സായതിനും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. നേഴ്സിങ്ങിന് ചേരണവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളൂ. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹസ്പർശത്തിൻ ഓർമ്മകൾ, മണിയമ്മയോടൊപ്പം. മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേയോടനുബന്ധിച്ച് ദേവി ചന്ദന SS തയ്യാറാക്കിയ പരിപാടി. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.